ഖത്തർ ആക്രമണത്തിന് പിന്നാലെ പ്രതികരണവുമായി ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം നടത്തിയത്. എന്നാൽ ഹമാസ് ഉന്നതരെല്ലാം ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തില്ലെന്ന് ഹമാസ് വ്യാഴാഴ്ച വ്യക്തമാക്കി. മുതിർന്ന ഖത്തർ ഹമാസ് നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ഖത്തർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ സംസ്കരിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഒടുവിൽ മുന്നോട്ട് വെച്ച ഗാസ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടെയാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായതെന്ന് ഹമാസ് പറയുന്നു. ഇസ്രായേലിൻ്റെ ഈ കുറ്റകൃത്യം വെടിനിർത്തൽ ചർച്ചകളെ കൊന്നുവെന്നും ഹമാസ് ആരോപിച്ചു. ഈ കുറ്റകൃത്യത്തിൽ US തുല്യ പങ്കാളിയാണെന്നും ഹമാസ് കുറ്റപ്പെടുത്തി. ഹമാസിൻ്റെ നേതൃത്വത്തെ വധിക്കാനുള്ള ശ്രമം വെടിനിർത്തൽ ചർച്ചകളിലെ നിലപാടുകളിൽ മാറ്റമൊന്നും വരുത്തില്ലെന്നും ഹമാസ് വ്യക്തമാക്കി. ആക്രമണം അവസാനിപ്പിക്കുക, ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായും പിന്മാറുക, തടവുകാരെയും ബന്ദികളെയും കൈമാറ്റം ചെയ്യുക, ഗാസയുടെ പുനർനിർമ്മാണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത്. 23 മാസത്തെ യുദ്ധത്തിൽ നേട്ടം കൈവരിക്കാൻ ഹമാസിന് കഴിഞ്ഞിട്ടില്ല. യുദ്ധവിജയത്തെക്കുറിച്ച് തെറ്റായ പ്രതിച്ഛായ സൃഷ്ടിക്കാനുള്ള ഇസ്രായേലിൻ്റെ ശ്രമമായിരുന്നു ആക്രമണമെന്നും ഹമാസ് കുറ്റപ്പെടുത്തി. അതേസമയം ഖത്തറിനെതിരായ നെതന്യാഹുവിൻ്റെ ശത്രുതാപരമായ പരാമർശങ്ങളെ വ്യാഴാഴ്ച UAE അപലപിച്ചു. ഒരു ഗൾഫ് രാജ്യത്തിനെതിരായ ഏതൊരു ആക്രമണവും ഗൾഫിൻ്റെ സംയുക്ത സുരക്ഷാ സംവിധാനത്തിന് നേരെയുള്ള ആക്രമണമാണെന്നും UAE വ്യക്തമാക്കി. ഇസ്രായേൽ ആക്രമണത്തിന് മറുപടി നൽകാൻ അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി നടത്തുകയാണ് ഖത്തർ. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോട് ഏത് രീതിയിൽ തിരിച്ചടിക്കണമെന്ന് തീരുമാനിക്കാനാണ് ഉച്ചകോടി. വരുന്ന ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് ഉച്ചകോടി നടക്കുക. ഇസ്രായേലിനെതിരെ പ്രാദേശിക തലത്തിൽ ഒന്നിച്ച് തിരിച്ചടി നൽകണമെന്നാണ് ഖത്തർ പ്രതീക്ഷിക്കുന്നതെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനി CNN നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. മേഖലയിലെ മറ്റ് പങ്കാളികളുമായി ഇസ്രായേൽ ആക്രമണ വിഷയം ചർച്ച ചെയ്തു വരികയാണെന്നും അൽത്താനി പറഞ്ഞു. ഖത്തറിന് നേരെയുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം ഭരണകൂട ഭീകരതയാണെന്നും അൽത്താനി പറഞ്ഞു. ഈ ആക്രമണത്തിൽ ഞങ്ങൾ എത്രത്തോളം രോക്ഷാകുലരാണെന്ന് പറഞ്ഞറിയിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഇത് ഭരണകൂട ഭീകരതയാണ്. ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു. ഗാസയിലെ ബന്ദികളാക്കപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ പൗരന്മാരുടെ കാര്യത്തിലുള്ള പ്രതീക്ഷയും അവസാനിച്ചു. നെതന്യാഹുവിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. രാജ്യാന്തര ക്രിമിനൽ കോടതി അന്വേഷിക്കുന്ന വ്യക്തിയാണ് നെതന്യാഹു എന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ ഇസ്രായേൽ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ അതിരൂക്ഷ പ്രതികരണമാണ് ഖത്തർ നടത്തിയത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ശക്തമായ ഭാഷയിൽ ഖത്തർ വിമർശിച്ചു. കിരാതമായ നടപടിയെന്നാണ് സംഭവത്തെ ഖത്തർ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. ഇസ്രായേലിനെ അപരിഷ്കൃത രാജ്യമെന്നും ഖത്തർ വിശേഷിപ്പിച്ചു. തങ്ങൾ പരിഷ്കൃതരായ ആളുകളോടാണ് ഇടപെടുന്നതെന്ന് കരുതിയിരുന്നു. അത് തെറ്റിദ്ധാരണയായിരുന്നു എന്നുമാണ് ഖത്തർ പ്രധാനമന്ത്രി തുറന്നടിച്ചത്. ഗാസയിൽ ഹമാസിൻ്റെ തടവിൽ കഴിയുന്ന അവശേഷിക്കുന്ന ബന്ദികളുടെ ജീവനാണ് ഇസ്രായേൽ അപകടത്തിലാക്കിയെന്നും ഖത്തർ കുറ്റപ്പെടുത്തി. പ്രതീക്ഷ ഇല്ലാതാക്കിയെന്നാണ് താൻ കരുതുന്നതെന്നും ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു. ആക്രമണം നടന്ന ദിവസം രാവിലെ താൻ ബന്ദികളുടെ കുടുംബങ്ങളിൽ ഒരാളെ കാണുകയായിരുന്നു. ഈ വെടിനിർത്തൽ മധ്യസ്ഥതയല്ലാതെ മറ്റ് പ്രതീക്ഷകളൊന്നും അവർക്കില്ലെന്നും അൽത്താനി പറഞ്ഞു.